أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله رحمة للعالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله المولانا العلي العظيم. من زار قبري وجبت له شفاعتي قال نبينا وسيدنا مصطفى محمد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. فاعلموا يا أمة محمد صلى الله عليه وسلم. അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നിൽ ഉറങ്ങും പ്രവാചകരെ മദീനത്തെ മാട തിറാവുകളെ പാറിപ്പറക്കും മിനാരമേലെ മദീനത്തെ മാട തിറാവുകളെ പാറിപ്പറക്കും മിനാരമേലെ അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നിൽ ഉറങ്ങും പ്രവാചകരെ
പ്രവാചകരെ മദീനത്തെ മാട പിറാവുകളെ പാറിപ്പറക്കും മിനാരമീലേ അഹദിന്റെ ദീനിൽ കഴിഞ്ഞവരാ അഹദോനിലെന്നും കീഴുന്നവരാ അഹദിന്റെ ദീനിൽ കഴിഞ്ഞവരാ അഹദോനിലെന്നും കീഴുന്നവരാ അഹദേ നീ കാരുണ്യം നൽകിടണേ അരുതാത്തതൊന്നും വിധിച്ചിടല്ലേ അഹദേ നീ കാരുണ്യം നൽകിടണേ അരുതാത്തതൊന്നും വിധിച്ചിടല്ലേ അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നിൽ ഉറങ്ങും പ്രവാചകരെ. വേദിയിൽപ്പെട്ടവരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും അല്ലാഹു പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മൺമറഞ്ഞു പോയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും നാടുകളിൽ നിന്നുമായി ഒരുപാട് ഹാജിമാര് പരിശുദ്ധമായ ഹറം ഷരീഫിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവരുടെ ഹജ്ജുകളൊക്കെ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് അല്ലാഹു തആല അങ്ങനെയുള്ള ഹജ്ജാക്കി അല്ലാഹു തആല പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഹാജിമാര് ഇനി മദീനത്തേക്ക് പോവുകയാണ്. മദീനത്തേക്ക് വളരെ പ്രതീക്ഷയോടെ മദീനത്തേക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുറൗളയിലേക്ക് നമ്മുടെ ഹാജിമാര് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, എല്ലാ വർഷവും മദീനത്ത് പോകും, പിന്നെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കത്തേക്ക് പോകും, പിന്നീട് മദീനത്തേക്ക് പോകും. ഈ പ്രാവശ്യം ഹജ്ജെല്ലാം കഴിഞ്ഞിട്ടാണ് മദീനത്തേക്ക് പോകുന്നത്. എന്തായാലും ആ മദീനത്തേക്ക് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൽബിനകത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഹജ്ജ് ചെയ്തു പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് വന്ന് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഇറക്കി വെച്ചുകൊണ്ട് ജീവിത ഭാരങ്ങളും ജീവിതത്തിൽ കടന്നുകൂടിയ അഴുക്കുകളും തെറ്റുകളും അതിന്റെ പാപങ്ങളുമായി അതെല്ലാം അള്ളാഹുവിന്റെ മുന്നിലേക്ക് അടിയറ വെച്ചുകൊണ്ട് ഇനിയൊരു തെറ്റിലേക്കില്ല, പരിശുദ്ധമായ ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിലേക്ക് റൗളയിലേക്ക് കടന്നു പോവുകയാണ്. ആ ഹാജിമാരുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ളത് അല്ലാഹുവേ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടുത്തെ തിരുസവിധത്തിലേക്കൊന്ന് കടന്നു പോയിട്ട് ദുആ ചെയ്യാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും സലാം പറയാനും അല്ലാഹുവേ അത്ഭുതമായ ഒരു സൗഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും വലിയ സൗഭാഗ്യമുള്ളതാണ്, ആഗ്രഹമുള്ളതാണ്, നമ്മുടെ അഭിലാഷമാണ്. ആ ഹാജിമാര് മുഴുവനും അവിടത്തേക്ക് കടന്നു പോകുമ്പോ അവരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വല്ലാത്തൊരു പിടപ്പാണ്, വല്ലാത്തൊരു വൈബ്രേഷൻ, വല്ലാത്തൊരു പിടപ്പുണ്ടാകും. എന്റെ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്കാണല്ലോ കടന്നു പോകുന്നത്. അല്ലാഹുവേ, സഹാബത്ത് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് പോകുമ്പോ വല്ലാത്തൊരു സന്തോഷമാണ്. ഭൂമുഖമൊന്ന് കണ്ടുകൊണ്ടിരിക്കാൻ, റസൂലുള്ളാഹി തങ്ങളുടെ ഭൂമുഖമൊന്ന് കണ്ടുകൊണ്ടിരിക്കാൻ എത്ര മനോഹരമാണെന്നറിയുമോ? ലോകത്തുള്ളതായ മുഴുവൻ സൗരഭ്യങ്ങളും സൗന്ദര്യങ്ങളും കൊണ്ടുവന്നാലും ആ പ്രഭയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതിന് അത്രയുമുള്ളതായൊരു അല്ലാഹുവേ വല്ലാത്തൊരു സന്തോഷം എവിടെയും കിട്ടുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചന്ദ്രവദനമാകുന്ന മുഖമൊന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ
വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്തൊരാഹ്ലാദമാണ്. ലോകത്ത് എന്ത് കിട്ടുന്നതിനേക്കാളും വല്ലാത്തൊരു വിഗ്രഹമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സഹാബത്ത് വരികയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് സഹാബത്ത് ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ സബദത്തിൽ നിന്ന് പോകാൻ എനിക്കൊരു ആഗ്രഹവുമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ഇവിടുന്ന് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നബിയേ എനിക്കൊരാഗ്രഹവും ഇല്ല യാ റസൂലല്ലാഹ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് ഇവിടുന്ന് പറയുന്നത്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ദുനിയാവും എനിക്ക് കിട്ടിയിരിക്കുകയാണ്, ആഖിറവും എനിക്ക് കിട്ടിയിരിക്കുകയാണ്. വല്ലാത്ത സന്തോഷമാണ് നബിയേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ വല്ലാത്ത സന്തോഷമാണ്. എന്തൊരു മനോഹാരിതയാണ് നബിയേ, എന്തൊരു മനോഹാരിതയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആരാണെന്നറിയുമോ? മുഅ്മിനീങ്ങൾ മാത്രമല്ല, അല്ലാഹുവേ കാഫിരീങ്ങളും അല്ലാഹുവേ ഖുറൈശികളും ഒന്നുകൊണ്ട് പറയുന്നത്, ആ മുഹമ്മദിന്റെ മുഖം കണ്ടാണ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു പോവുകയാണ്, ആ മുഖം കണ്ടാൽ ഹിദായത്തിലേക്ക് പോവുകയാണ്. അവിടുത്തെ പ്രകാശം കാണുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. എന്തൊരു വല്ലാത്ത വർണ്ണമാണ്, വല്ലാത്ത പ്രകാശമാണ് യാ റസൂലല്ലാഹ്. എന്തുകൊണ്ടാണ് അവിടത്തേക്ക് വിവരിക്കേണ്ടത്, എന്തുകൊണ്ടാണ് വർണ്ണിക്കേണ്ടത് അറിയില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം തുടിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ മാത്രമായിട്ട്, നമ്മുടെ നാടുകളിൽ മാത്രമായിട്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും ഹോമിക്കാൻ പാടില്ല. എവിടെയെല്ലാമാണ് എന്റെ ചെറുപ്പക്കാരാ നമ്മൾ പോകുന്നത്? ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് അല്ലാഹുവേ പല സ്ഥലങ്ങളിലേക്ക്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകുന്നവരാണ്. എന്നാ നമ്മുടെ ഹൃദയത്തിന്റെ കത്തളങ്ങളിലേക്ക് കടന്നു വന്നോ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ മുന്നിലേക്ക് നിൽക്കുന്ന വരണം നബിയേ, അങ്ങയുടെ മുന്നിലേക്ക് നിൽക്കുന്ന വരണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓതുകയാണ്. മുശ്രിക്കീങ്ങളെ കാഫിരീങ്ങളെ മുന്നിൽ പോയിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അവിടുന്ന് പറയുമ്പോ അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പൊരുതെ തല്ലുകയാണ്. അവിടുത്തതായ കൈകാലുകളും മുഖവും വല്ലാതെ വിവരണമായി പോയി. അല്ലാഹുവേ, ചരിത്രം അവിടുന്ന് പറയുന്നത്, സഹാബത്ത് വന്നുകൊണ്ട് കോരിയെടുത്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ കൂടി രക്തം ഇങ്ങനെ ഒഴുകുകയാ. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് ചോദിക്കുന്ന, തങ്ങളെ അബൂബക്കർ സിദ്ദീഖ്, എന്തൊരു കോലമാണ് അബൂബക്കർ തങ്ങള്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇതൊരു ത്യാഗമാണോ നബിയേ, ഇതൊരു ത്യാഗമാണോ നബിയേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് എന്ത് തയ്ച്ചാലും മതി വരില്ലല്ലോ നബിയേ, ഈ ശരീരം തന്നെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് പറയുമ്പോ, എന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖം കാണുമ്പോ എല്ലാ വേദനകളും എനിക്ക് മറന്നുപോയി നബിയേ, എല്ലാ വേദനകളും എനിക്ക് മറന്നുപോയി നബിയേ.
അത്രയും ഭംഗിയാണ് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത്, എന്ത് വേദനകൾ വന്നാലും എന്ത് ത്യാഗങ്ങൾ വന്നാലും ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് സ്വഹാബത്ത് കടന്നു വരുമ്പോ അവരുടെ ത്യാഗങ്ങളും പ്രയാസങ്ങളും വെപ്രാളങ്ങളും അവിടുന്ന് മാറുകയാണ്. എല്ലാ ബുദ്ധിമുട്ടുകളും അവിടുന്ന് മാറുകയാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുത്തതായ റബ്ബേ അവിടുത്തെ കിങ്കരന്മാർ വന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ തല്ലിച്ചതച്ചുകൊണ്ട് മരുഭൂമിയിൽ കൂടി, ചുട്ടുപഴുത്തു പോകുന്ന മരുഭൂമിയിൽ കൂടി വലിച്ചഴച്ചു കൊണ്ടുപോകുമ്പോ അവിടുത്തെ ശരീരത്തിൻ്റെതായ എല്ലാ ഭാഗങ്ങളും അവിടെ നടന്നു പോവുകയാണ്. ശരീരത്തിലുള്ള തൊലികൾ മുഴുവനും നടന്നു പോവുകയാണ്. അത്രയും വേദന സഹിച്ചുകൊണ്ട് അനശ്വരായി പോകുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അടിമത്ത മോചനം നടത്തിയിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ ബിലാൽ വല്ലാത്ത പരീക്ഷണങ്ങൾ നേരിട്ട് പോയല്ലോ. ബിലാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത് ഏതാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, സയ്യിദുനാ നമ്മുടെ നേതാവ് ബിലാൽ ഇതാ വന്നിരിക്കുന്നു, നമ്മുടെ നേതാവ് ബിലാൽ ഇതാ വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നീഗ്രോ വർഗത്തിൽ പോട്ട് പോകുന്ന കറുത്തവനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? സയ്യിദുനാ ബിലാൽ, അതാ നമ്മുടെ ബിലാൽ കടന്നു വന്നിരിക്കുകയാണ്, നമ്മുടെ നേതാവ് ബിലാൽ വന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേൽക്കുകയാണ്. അവിടുത്തെ ശരീരത്തിന്റെ തൊലി മുഴുവനും പറഞ്ഞിരിക്കുകയാണ്. ശരീരത്തിൽ കൂടെ രക്തധാരയായി ഒഴുകുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ വേദനകൾ മാറി നബിയേ, എന്റെ ക്ഷീണങ്ങൾ മാറി നബിയേ, എന്റെ പ്രയാസങ്ങൾ മാറി നബിയേ, എന്റെ ദുഃഖങ്ങൾ മാറി നബിയേ. അങ്ങയുടെ മുഖമൊന്ന് കാണുമ്പോ, അങ്ങയുടെ മുഖമൊന്ന് കാണുമ്പോ എന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും അവിടുന്ന് മാറി നബിയേ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുഖമൊന്ന് കാണണ്ടേ എന്റെ പ്രിയപ്പെട്ടവങ്ങളെ, നമുക്കൊന്ന് കാണണ്ടേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പൂമേനിയൊന്ന് കാണാൻ കൊതിക്കാത്ത മുഅ്മിനുണ്ടോ? ആരാ കൊതിക്കാത്തത്? ചൊല്ലുപണ്ണേ, ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ, ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നിനക്ക് പോകാൻ സാധിക്കുമെങ്കിൽ, നിനക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ചെയ്യണം പെങ്ങളെ. കാരണം എന്തെന്നറിയുമോ? ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചില്ല എങ്കിലും നാളെ പാരത്രികമായ ലോകത്ത് വെച്ചെങ്കിലും നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് കൈതരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറാരെങ്കിലും സന്ദർശിച്ചു കഴിഞ്ഞാൽ മൻസാറ ഖബരി വജബത് ലഹു ശഫാഅതി. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുക, മൻസാറ ഖബരി, എന്റെ ഖബറാരെങ്കിലും ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ വജബത് ലഹു ശഫാഅതി,
എന്റെ ശഫാഅത്ത് അവനക്ക് നിർബന്ധമായിരിക്കുകയാണ്. മൻ ജാഅനി സായിറൻ ലാ തഹ്മിലുഹു ഹാജതൻ ഇല്ലാ സിയാറതി കാന ഹഖൻ അലയ്യ അൻ അകൂന ലഹു ശഫീഅൻ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിന്റെ മുന്നിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, എന്നെ ആരെങ്കിലും വന്നുകൊണ്ട് സന്ദർശിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ അവർക്ക് എന്റെ ശഫാഅത്ത് അവിടുന്ന് നിർബന്ധമായിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരോട് സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ സ്വഹാബത്തുകൾ അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങയോടൊപ്പം ഞങ്ങളുണ്ടല്ലോ നബിയേ, ഞങ്ങളുടെ കാര്യമാണോ പറയുന്നത്? ഞങ്ങളുടെ കാര്യമാണോ പറയുന്നത്? സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്ന, സ്വഹാബാ, നിങ്ങളുടെ കാര്യമല്ല, എന്റെ സഹോദരന്മാര് കടന്നു വരാനുണ്ട്, എന്റെ സഹോദരന്മാര് കടന്നു വരാനുണ്ട്. അവരതാ കടന്നു വരികയാണ്. എന്നെ അവർ ഇഷ്ടപ്പെടുകയാണ്, എന്നെ കാണാൻ അവർ ഇഷ്ടപ്പെടുകയാണ്, എന്നെ കാണാൻ അവർ താല്പര്യപ്പെടുകയാണ്. എന്റെ അടുക്കലേക്ക് അവർ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അങ്ങനെയുള്ള എന്റെ സഹോദരന്മാരുണ്ട് സ്വഹാബാ. സഹോദരന്മാര് കടന്നു വരുമ്പോ, അവര് സിയാറത്ത് ചെയ്യുമ്പോ, അവരെന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അവർക്കതാ എന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അവരെ ഞാൻ മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയാൽ ആ മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുക തന്നെ ചെയ്യും. ഞാൻ പോയാൽ എന്നെ അറിയാം, അതേപോലെ ഓരോരുത്തരും പോയാലും അറിയാൻ പറ്റും. അതുകൊണ്ട് ശഫാഅത്ത് ഹബിലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖാ വഹ്ലനാ യാ സയ്യിദി ഖൈറൻ നബി സയ്യിദി ഖൈറൻ നബി. പാപപങ്കിലനൗകവാഹനമിൽ സവാരി നടത്തി ഞാൻ പാപന പറുദീസയാകണം ഇന്നുമെൻ നബി ധന്യവാൻ. അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع المبتهي والحبيب العربي سيدي خير النبي سيدي خير النبي. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളെ നമുക്കൊന്ന് കാണണമല്ലോ, അവിടുത്തേക്കൊന്ന് സ്വപ്നത്തിലൊന്ന് കാണണമല്ലോ. ഈ തൗഫീഖ് നൽകണേ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മൻ ജാഅനി സായിറാ ലാ തഹ്മിലുഹു ഹാജത്തുൻ ഇല്ലാ സിയാറതി. എന്നെ സിയാറത്ത് ചെയ്യൽ കൊണ്ട് ഒരാവശ്യവുമില്ലാത്തൊരു മനുഷ്യൻ വന്നുകൊണ്ട് എന്നെ സിയാറത്ത് ചെയ്തു, അവനിക്ക് വേറൊരാവശ്യങ്ങളും ഇല്ല, വെറുതെ വന്ന് സിയാറത്ത് ചെയ്തതാണ്, അവനൊന്നും പറഞ്ഞില്ല. എന്നാ പോലും കാന ഹഖൻ അലയ്യ അൻ അകൂന ലഹു ശഫീഅൻ യൗമൽ ഖിയാമ. അവനിക്ക് ഖിയാമത്ത് നാളിൽ ഞാൻ ശുപാർശയുമായി കടന്നു വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ശഫാഅത്തിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടെങ്കിലോ ഇന്നഹു യുഖസ്സു ബിശ്ശഫാഅത്തി ലൈസ ലിഗൈരിഹി ഇമ്മാ ബിസിയാദത്തിൻ وإما بتخفيف الأخبار عنه في ذلك اللوم وإما بكونه من الذين يحشرون بغير حساب. അല്ലാഹുവേ, നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നിൽക്കപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ. ഓരോരുത്തരും
അവരുടെ പാപത്തിന്റെ കണക്കനുസരിച്ചുകൊണ്ട് വിയർപ്പിൽ മുൽകി നിൽക്കുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവേ, പാദത്തിന്റെ അത്രയും പോലും, മുട്ടിന്റെ അത്രയും പോലും, അരയുടെ അത്രയും പോലും, നെഞ്ചിന്റെ ഭാഗത്ത് പോലും അല്ലാഹുവേ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ. അല്ലാഹുവേ, അവിടുന്ന് വല്ലാതെ പൊട്ടിക്കരയുകയാണ്, നിലവിളിക്കുകയാണ്. ജനങ്ങൾ മുഴുവനും അവിടുന്ന് പറയുന്നു, ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോയിട്ടാൽ ഈ സാബിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹിസാബ് എന്ന് പറയുന്നത് നിസാരമായൊരു കാര്യമല്ല. ഹിസാബ് എന്ന് പറയുന്നത് നിസാരമായൊരു കാര്യമല്ല. നമ്മൾ വിചാരിക്കുന്ന നരകമാണ് ഏറ്റവും വലുത് എന്ന്. പക്ഷേ ഹിസാബിന് വേണ്ടി നീണ്ടുപോകുന്ന വർഷക്കാലത്ത് നമ്മൾ ഹിസാബിന്റെ വേളയിൽ അവിടെ നിൽക്കുമ്പോ അല്ലാഹുവേ, നമ്മൾ ജീവിതത്തിൽ പോകുന്ന നന്മയും തിന്മയുമാകുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കണക്ക് രേഖപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, നമ്മൾ വാഹനത്തിൽ പോയത്, വന്നത്, തിന്നത്, കുടിച്ചത്, രമിച്ചത്, കിടന്നിറങ്ങിയത്, സുഖങ്ങൾ അനുഭവിച്ചു പോയത്, ജീവിതത്തിൽ അല്ലാഹുവേ ദുനിയാവിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്തൊക്കെ നീ അനുഭവിച്ചു തീർത്തിട്ടുണ്ടോ? അത് മുഴുവനും നാളെ പടച്ചവന്റെ പരലോകത്ത് വന്നുകൊണ്ട് എണ്ണി കണക്ക് പറയണം. പെങ്ങള് ആരും അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലാഹു അതാ നിന്റെ മുന്നിലേക്ക് രേഖപ്പെടുത്തുകയാണ്. അത്ഭുതപ്പെട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതെങ്ങനെ വന്നു റബ്ബേ? ഞാൻ മാത്രം അറിഞ്ഞ കാര്യമാണല്ലോ, ഒരൊറ്റ മനുഷ്യൻ പോലും അറിയാത്ത കാര്യങ്ങളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ വിലപിക്കുന്ന ഒരു സമയമുണ്ട്. നീ അറിഞ്ഞ കാര്യം ഒരൊറ്റ മനുഷ്യനും അറിഞ്ഞിട്ടില്ല, ഒരാള് പോലും അറിഞ്ഞിട്ടില്ല. നിന്റെ ഭർത്താവും അറിഞ്ഞിട്ടില്ല, നിന്റെ ഭാര്യയും അറിഞ്ഞിട്ടില്ല, നിന്റെ മക്കളും അറിഞ്ഞിട്ടില്ല, കുടുംബക്കാരും നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. ആ കാര്യങ്ങൾ പോലും അല്ലാഹു തആല കിതാബിൽ രേഖപ്പെടുത്തിയിട്ട് നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു നിന്റെ മുന്നിലേക്ക് രേഖകൾ കൊണ്ടുവന്ന് വെക്കുകയാണ്. തെളിവടിസ്ഥാനത്തിലാണ് തന്നെ. അതാ ഓരോ മണിക്കൂറുകളും സെക്കൻഡുകളും ദിവസങ്ങളും എണ്ണിയാ പറയുന്നത്. വെറുതെ എന്ന് പറയുന്നതല്ല. ഒരിക്കലും നിനക്ക് കള്ളം പറയാൻ കഴിയില്ല, ഒരിക്കലും നിനക്ക് കള്ളം പറയാൻ കഴിയുന്നതല്ല. കള്ളം പറയാൻ നിന്റെ നാവ് പൊങ്ങില്ല പെണ്ണേ. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരുപാട് കള്ളത്തരങ്ങൾ കാട്ടിക്കൂട്ടിയതല്ലേ, ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞതാണ്, ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചു വെച്ചതാണ്. പക്ഷേ നാളെ പടച്ചവന്റെ പരലോകത്ത് ഒരിക്കലും നിന്റെ നാവ് കൊണ്ട് കള്ളം പറയാൻ നിനക്ക് സാധിക്കുകയില്ല. അവിടുന്ന് ഒരു മനുഷ്യന് പോലും കാലൊന്ന് ചലിപ്പിക്കാൻ പോലും സാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനൊരു രംഗം അവിടുന്ന് വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വെറുതെ പറയുന്നതല്ല, ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് തെളിവാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടുന്ന് പറഞ്ഞു തന്നതാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അങ്ങനൊരു ദിവസം നമുക്ക് വരാനുണ്ട്. ദീപുന്നുമോള്, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, മക്കള് കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും കോപ്പൂത്തി കൊടുക്കുന്നവര്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറിയ മക്കള് പോലും ഹറാമിയത്തുകൾ ചെയ്താൽ പോലും തടയാതെ കൊണ്ട് എന്റെ മക്കള് ചെയ്യട്ടെ, അത് പുരോഗമനമാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് തടയാതിരിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ട്, അവര് നിന്നെ ഇട്ടിട്ട് പൊക്കോട്ട്. നാളെ പടച്ചവന്റെ പരലോകത്ത് നിന്നെ പിടിച്ചു നിർത്തുന്ന രംഗമുണ്ടടാ പൊന്നുമോര്. അത് നീ ഭയക്കണടാ പൊന്നുമോര്, അത് നീ ഭയക്കണമടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഹിസാബിന്റെ വേളയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരികയാണ്. അല്ലാഹുവേ, പല കോലത്തിലാണ് വിചാരണയുടെ സമയത്ത് നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവേ, പട്ടിയുടെയും പന്നിയുടെയും പേപ്പട്ടിയുടെയും കരുതയുടെയും കോലത്തില് ഓരോ മനുഷ്യരവിടുന്ന കടന്നു വരികയാണ്. അല്ലാഹുവേ, ഉഹുദ് വലിപ്പമുള്ള വയറും വലിച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ടടാ. അങ്ങനെ പല കോലത്തിൽ നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടായിരുന്നെങ്കില്, ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടായിരുന്നെങ്കില് എന്ന് കൊതിച്ചു പോകുന്ന സമയമാണ് പെങ്ങളെ.
എല്ലാവരും അവിടെ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, ജീവിതത്തിലും സ്നേഹിച്ചു പോകുന്ന നമ്മുടെ പൊന്നോവന മക്കളുണ്ട്. എല്ലാവരും അതുവഴി കടന്നു പോകുമ്പോ ഒന്ന് രക്ഷപ്പെടുത്താൻ ഒരാളും വൈല്ലടാ ചെറുപ്പക്കാരാ. അവിടുത്തെ മന്ത്രം എന്തെന്നറിയുമോ? അവിടുത്തെ മന്ത്രം എന്തെന്നറിയുമോ? നഫ്സി 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 നഫ്സിയാ. എന്റെ ശരീരമേ, എന്റെ ശരീരമേ, എന്റെ ശരീരമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ മുഴുവൻ അവിടുന്ന് ഓടുന്നത്. അല്ലാഹുവേ, പ്രവാചകന്മാര് പോലും അവിടുന്ന് കടന്നു വരികയാണ്. ആദം നബിയും ഇദ്രീസ് നബിയും നൂഹ് നബിയും ഹൂദ് നബിയും സ്വാലിഹ് നബിയും അയ്യൂബ് നബിയും ഹാറൂൻ നബിയും മൽസ നബിയും ഈസാ നബിയും മൂസാ നബിയും. അല്ലാഹുവേ, അങ്ങനെ അയ്യൂബ് നബി അടക്കമുള്ള നബിമാര് കടന്നു വരികയാണ്. എല്ലാവരോടും വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആദം നബി ഒന്ന് രക്ഷപ്പെടുത്തുമോ? ആദം നബിയേ, ഞങ്ങളെ ഈ സാമിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ നബിയേ? ആദം നബിയോട് നിന്നുകൊണ്ട് ജനങ്ങളെ മുഴുവൻ പൊട്ടിക്കറിയുമ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? ജനങ്ങളെ, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത് അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ അവിടുന്ന് തോറ്റിരിക്കുകയാണ്. അല്ലാഹു സ്വർഗത്തിൽ വെച്ചുകൊണ്ട് എല്ലാ സുഖങ്ങളും എനിക്ക് തന്നിട്ട് ഒരു പഴത്തിൽ മാത്രം തൊടല്ല ആദമേ, ഒരു പഴത്തിൽ മാത്രം തൊടല്ല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ വാക്കിനെ ഗണ്ണിച്ചുകൊണ്ട്, എന്റെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് അല്ലാഹുവിനെതിരെ പ്രവർത്തിച്ചവനാ. അതുകൊണ്ട് ഇസാബിന്റെ വേളയിൽ ഞാൻ ദുഃഖപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ നബിമാരും വന്ന് സങ്കടം പറഞ്ഞുകൊണ്ട് പോകുമ്പോ അതാ കടന്നു വരുന്നു ഖാതിമുൻ നബി وما أرسلناك إلا رحمة للعالمين. ലോകത്തിന്റെ റഹ്മത്തായി അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ. അല്ലാഹുവേ, ലോകത്തിലെ കോടാനകോടി ജനങ്ങളുടെ ഹൃദയത്തിന്റെ കത്തലങ്ങളുടെ ഇടിപ്പായി മാറിയ എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ സ്നേഹവാചമായി മാറിയ അല്ലാഹുവേ, മദീനയുടെ പച്ചക്കുബ്ബയുടെ താഴ്വാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന 140 കോടി മുസൽമാനിന്റെ ചങ്കലച്ചോരയായ കരളിന്റെ തുടിപ്പായ ഹൃദയത്തിന്റെ തുടിപ്പായ ലോകത്തിന്റെ നായകൻ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും അവിടുന്ന് ഓടുകയാണ്. എല്ലാവരും അവിടുന്ന് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് എല്ലാവരും അവിടുന്ന് ഓടുകയാണ്. അല്ലാഹുവേ, ഈസാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊന്ന് രക്ഷപ്പെടാൻ, എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നൂല് കിട്ടാൻ കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് കടന്നു വരുമ്പോ ജനങ്ങളെല്ലാം അവിടുന്ന് ഓടുകയാണ്. രക്ഷയില്ലല്ലോ, രക്ഷയില്ലല്ലോ, എല്ലാവർക്കും അവിടെ രക്ഷയില്ല. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ വന്നുകൊണ്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടുപോവുകയാണ്. ആരെയും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ആരെയും അടുപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് സ്വലാത്ത് ചൊല്ലണേ, സുന്നത്ത് നിസ്കരിക്കണേ, ഫർദ് നിസ്കരിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ മനസ്സിലാകണമെങ്കിൽ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമടി പെങ്ങളെ. അല്ലാതെ കണ്ട് ഹറാമിയത്ത് കാണിച്ചുകൊണ്ട് നടന്നിട്ട് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നാൽ രക്ഷയില്ല പെങ്ങളെ. അല്ലാഹുവേ, ഹബീബായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് സുഹാബ, അതുകൊണ്ടാണ് സുഹാബ, മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅതി. എന്റെ ശഫാഅത്ത് അവർക്ക് നിർബന്ധമാണ്. എന്നെ സിയാറത്ത് ചെയ്യുന്നവർക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ നീ വല്ലാതെ സ്നേഹിക്കണേ. നമ്മുടെ മക്കളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങള് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് നീ കൊടുക്കണേ. പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ റസൂലുള്ളാഹി തങ്ങളെ എവിടുന്ന് സ്നേഹിക്കുമോ നിനക്കെന്താ അവിടുന്ന് കിട്ടുന്നതെന്നറിയുമോ? ബിഅന്നഹാ മിൻ അഹമ്മിൽ ഖുർബാത്ത് വഅൻജഹൽ മസാഈ. അല്ലാഹുവിന്റെ റസൂലിനെ എവിടുന്ന് സ്നേഹിക്കുമ്പോ റബ്ബിലേക്കാണ് നമ്മൾ അടുത്ത് വരുന്നത്, അല്ലാഹുവിലേക്കാണ് നമ്മൾ അടുത്ത് വരുന്നത്. അവിടെ വിജയം ഉറപ്പാണ്, വിജയം ഉറപ്പാണ്. വഫീഹി ബുശ്റാ ലഹു ബിമൗതിഹി മുസ്ലിമാ. ഹബീബായ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ അവിടെ ഇഷ്ടപ്പെടുമ്പോ എന്താ അവിടെ നമുക്ക് കിട്ടുന്നതെന്നറിയുമോ? മുസ്ലിമാ. അവൻ മുസ്ലിമായിട്ടാണ് മരിക്കുന്നത്, സന്തോഷത്തോടെയാ മരിക്കുന്നത്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? നമുക്കെല്ലാവർക്കും ആഗ്രഹം എന്താ? നമുക്കെല്ലാവർക്കും ആഗ്രഹം എന്താ? കുറച്ച് പണം ഉണ്ടാക്കണം, നല്ല കാർ എടുക്കണം, നല്ല വീടുണ്ടാക്കണം, അല്ലേ? ദുനിയാവിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കണം. ഇത് നമ്മുടെ ആഗ്രഹം. നമ്മുടെ മക്കളോട് ആഗ്രഹം ചോദിച്ചു നോക്കിക്ക്. അവര് പറയും നല്ലൊരു മൊബൈൽ വേണം, ഒരു വാച്ച് വേണം, നല്ല ഡ്രസ്സ് വേണം, നല്ലൊരു കാറ് വേണം, അല്ലെ നല്ലൊരു ബുള്ളറ്റ് വേണം, അല്ലേ? ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ, ഈ കൺമുന്നിൽ കാണുന്ന ഈ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിരിക്കുന്ന ആ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് യാതൊരു ധാരണയുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ പറയുന്നത് കാറ് വേണം, അതേപോലെ വീട് വേണം. ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങി പോകരുത് നമ്മുടെ മോഹം. അതിൽ മാത്രം ഒതുങ്ങി പോകരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, വാപ്പമാരോട് പറയാനുള്ളത്, നമ്മുടെ ആഗ്രഹം എന്താ? നമ്മുടെ ആഗ്രഹം എന്താ വാപ്പ? നമ്മുടെ ആഗ്രഹം എന്താ? ഓ, എന്റെ മകനിക്ക് നല്ലൊരു ജോലി വേണം, അല്ലേ? നമ്മുടെ ആഗ്രഹം അതാ. എന്റെ മകള് പഠിച്ചിട്ടുണ്ട്, അവക്കൊരു ജോലി വേണം, അവക്ക് രണ്ട് കാലിലും നിക്കണം. ഇപ്പൊ രണ്ട് കാലിലല്ലേ നിൽക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ദുനിയാവുമായി ബന്ധപ്പെട്ടുള്ള ചില ആഗ്രഹങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഗ്രഹം എന്താ? അവന്റെ ആഗ്രഹം, നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയാ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഷഹാദത്ത് കലിമ ചൊല്ലണം മരണ സമയത്ത്. അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അതാ മരിക്കാൻ വേണ്ടിയിട്ട് ഒരാള് സക്കറാത്തിന്റെ ഹാലിൽ അവിടെ കിടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ഒരു മലക്കവിടെ കടന്നു വരികയാണ്, ഒരു മലക്കവിടെ കടന്നു വരികയാണ്, ഇബ്ലീസും അവിടെ കടന്നു വരികയാണ്. അല്ലാഹുവേ, ഇബ്ലീസ് വരുന്നത് എങ്ങനെയാണെന്നറിയുമോ? ആബാഉക്കും ഉമ്മാത്തുക്കും, നിങ്ങളുടെ മാതാപിതാക്കളെ പോലെയാണ്, നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ ഇവിടെ കടന്നു വരികയാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുന്ന കൂട്ടുകാരെ, സഹപാഠികളെ, സുഹൃത്തുക്കൾ, നിന്റെ ഭാര്യയുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, എല്ലാവരുടെയും രൂപത്തിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, മോനെ, ഒരിക്കലും നീ ഷഹാദത്ത് കലിമ ചൊല്ലല്ലേ, ഒരിക്കലും നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലല്ലേ, അത് തെറ്റാണടാ, അത് തെറ്റാണടാ, നീ ചൊല്ലി പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ ആ സമയത്തില്ല എങ്കില്, നമുക്ക് ഹിദായത്തില്ല എങ്കില്, എന്റെ മകൻ വന്ന് പറയുന്നതല്ലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ, എന്റെ
കാര്യമെന്ന് പറയുന്നതല്ലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെന്ന് കൊണ്ട് പറയുമ്പോഴല്ലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈമാൻ തെറ്റുന്ന സമയമാ, നീ മരിക്കുന്ന സമയമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവ ബദരീങ്ങളാതുന റബ്ബനാ. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവ ബദരീങ്ങളാതുന റബ്ബനാ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ അവസാനത്തെ സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് പോലും ഇബ്ലീസ് വന്നുകൊണ്ട് നമ്മളെ പിഴപ്പിക്കാൻ നോക്കുകയാണ്. വാപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങളുടെയും കോലത്തിൽ വന്നുകൊണ്ട് അല്ലാഹുവേ ഒരു കള്ളിന്റെ കോപ്പയുമായിട്ടാണ് വരുന്നത്, ഒരു കള്ളിന്റെ കോപ്പയുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് സ്നേഹത്തോടെ വന്നിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സക്കറാത്തിന്റെ ഹാല് നമുക്കറിയാമല്ലോ. വല്ലാത്ത വിശപ്പും ദാഹവും അതിരിക്കുന്ന സമയമാണ്. ഒരു കടലിലെ വെള്ളം മുഴുവനും കുടിച്ചു വറ്റിക്കാനുള്ള ദാഹമാണ് നിനക്കുള്ളത്. വല്ലാത്ത വിശപ്പാണ് പെങ്ങള്, വല്ലാത്ത വേദനയാണ് പെങ്ങള്. അതാണ് സക്കറാത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ വെച്ചുകൊണ്ട് ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്ലീസിനെ ആട്ടി ഓടിക്കാൻ എനിക്ക് സാധിക്കുമോ? ഇബ്ലീസിനെ ആട്ടി ഓടിക്കാൻ കഴിയുമോ? എല്ലാവരുടെയും കോലത്തിൽ വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ എന്ന് പറയുമ്പോ ഇബ്ലീസ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടതാ ഇബ്ലീസിനെ ഓടിക്കാൻ എനിക്ക് സാധിക്കുമോ? ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അവിടെയാ നമുക്ക് ഈമാൻ വേണ്ടതെന്റെ പ്രിയപ്പെട്ടവരെ. അവിടുന്ന് അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് നല്ല ഉച്ചത്തില് ആരും പറഞ്ഞു തരാതെ, ഒരാളും പറഞ്ഞു തരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഈമാൻ നിനക്ക് വേണോ? അല്ലാഹുവേ, ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അല്ലാഹുവേ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകളെ കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കണോ പെങ്ങള്? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. സിനിമാ നടന്മാരെ കൊണ്ടുവന്ന അതിന്റെ ആക്കിപത്ത് നന്നാവില്ല. ഫുട്ബോൾ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും കൊണ്ടുവന്നാൽ നിന്റെ ആക്കിപത്ത് നന്നാകില്ല പുന്നമോര്. അവരാരും നിന്നെ സഹായിക്കാനില്ല പ്രിയപ്പെട്ടവര്. അല്ലാഹു പ്രമുഖന്മാരാകുന്ന നടന്മാർക്ക് പോലും രോഗം പിടിച്ചുകൊണ്ട് അവസാനത്തെ സമയമാകുമ്പോ വല്ലാത്ത വെപ്രാളമാണല്ലോ. നിസാരക്കാരനാണ് ആ ചെറുപ്പക്കാരാ. അവരുടെ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പാലഭിഷേകം നടത്തുന്ന ചെറുപ്പക്കാരാ. ഒരു രോഗം മതിയടാ, ഒരപകടം മതിയടാ. അവരുടെ നില മുഴുവനും അവിടുന്ന് തെറ്റിപ്പോവുകയാണ്. അവരെ സഹായിക്കാൻ ആരുമില്ലല്ലോ, അവരെ സഹായിക്കാൻ ആരുമില്ലല്ലോ. അവർ വല്ലാതെ ബലഹീനരായി മാറുമ്പോ പിന്നെങ്ങനെയാ നമ്മളെ ഇന്ന് സഹായിക്കുന്നത് ചെറുപ്പക്കാരാ? അതുകൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ അവിടുന്ന് സ്നേഹിക്കുമ്പോ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുകയാണ്. പിന്നീട് നിന്റെ സക്കറാത്തിന്റെ മൗത്തിന്റെ സമയത്ത് ഇബ്ലീസ് വന്നപ്പോൾ ആ ഇബ്ലീസിന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്
അല്ലാഹുവേ നമ്മളെ പലപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ ഉപ്പാപ്പാന്റെ കാര്യം പറയാറുണ്ട്, ഉമ്മാമാന്റെ കാര്യം പറയാറുണ്ട്. അവരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടാ മരണപ്പെട്ടു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും അതേപോലെ മരണപ്പെട്ടു പോകുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവരെല്ലാവരും അങ്ങനെ മരണപ്പെട്ടു പോയത് അവരെ ഇബാദത്ത് ചെയ്തവരാ, അവര് നിസ്കാരം മുടക്കാത്തവരാണ്, അവര് ധാരാളം സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലുന്നവരാണ്, അവരൊരുപാട് സത്യം തീർത്തവരാണ്. പക്ഷേ നമ്മുടെ അവസ്ഥ അങ്ങനല്ലല്ലോ പെങ്ങളെ. അല്ലാഹുവേ, കിട്ടുന്ന സമയം മുഴുവനും മൊബൈൽ എടുത്തുകൊണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും കണ്ടുകൊണ്ട് മണിക്കൂറുകളല്ലേ നമ്മൾ ചിലവഴിച്ചു കളയുന്നത്, മണിക്കൂറുകളല്ലേ നമ്മൾ ചിലവഴിച്ചു കളയുന്നത്. അല്ലാഹുവേ, ഇന്ന് മുസ്ലിം താത്തമാര് മുഴുവനും അതാ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്റെ ഔറത്ത് ഒഴിവാക്കിയിട്ട് അല്ലാഹുവേ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും തന്നെ വീഡിയോസുകളും ഫോട്ടോകളും അപ്ലോഡ് ചെയ്യുമ്പോ പിന്നെ يوما ترجعون فيه إلى الله. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടടി പൊന്നുമോളെ, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന് ഒരിക്കലും നീ മറന്നു പോകല്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ഹബീബായ തങ്ങളെ നീ ഇവിടുന്ന് സ്നേഹിച്ചു നോക്ക്. സിനിമാ നടന്മാരെയും നടിമാരെയും അനുകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നതിന് പകരമായി അല്ലാഹുവിന്റെ റസൂലിനെ നീ ഒന്ന് സ്നേഹിച്ചു നോക്ക്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ നീ ഒന്ന് റോൾ മോഡലാക്ക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നീ വായിച്ചു നോക്ക്. അല്ലാഹുവേ, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കടി പെണ്ണുമോളെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിത ചരിത്രം ഒന്ന് പഠിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അങ്ങനെ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത ആളായി മാറുമ്പോ, അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ സ്നേഹിച്ചു കഴിയുമ്പോ വഫീഹി ബുശ്റാ ലഹു ബിമൗതിഹി മുസ്ലിമാ, അവന്റെ മരണമെന്ന് പറയുന്നത് മുസ്ലിമായിട്ട് കൊണ്ടാണ് അവൻ മരിക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഈ അടുത്തതാ ഒരു ഉമ്മ വന്നുകൊണ്ട് പറയുന്നു, ഉസ്താദേ, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ എനിക്ക് ആഗ്രഹം എന്താണെന്നറിയുമോ? എന്റെ ഉസ്താദേ, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒന്ന് പോകാനാണ്, റസൂലുള്ളാഹിയുടെ റൗളയിലേക്ക് പോയിരുന്നു കൊണ്ടൊന്ന് കരയാനാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞല്ലോ, ഈ ദുനിയാവിന്റെ ഏറ്റവും വലിയ സ്വർഗമെന്ന് പറയുന്നത്, ഈ ദുനിയാവിന്റെ സ്വർഗമെന്ന് പറയുന്നത് മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ മിമ്പറിന്റെയും എന്റെ റൗളയുടെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറയുന്നത്, എന്റെ മിമ്പറിന്റെയും റൗളയുടെയും ഇടയിലുള്ള സ്ഥലമാകുന്നത് അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണല്ലോ. ഉസ്താദേ, എനിക്കതുകൊണ്ട് റൗളയിലേക്കൊന്ന് കടന്നു പോകണോ? എന്റെ കയ്യിൽ സാമ്പത്തികമില്ല, എനിക്ക് പോകാൻ ഒരു മാർഗവും കാണുന്നില്ല. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട്, മയ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സ്വർണമുണ്ട്. എന്റെ മയ്യത്തിന് വേണ്ടിയിട്ട്, എന്റെ മയ്യത്ത് വരുമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന എന്റെ സ്വർണമുണ്ട്. അതെടുത്തുകൊണ്ട് വിറ്റിട്ടാണെങ്കിലും റൗളയിലേക്ക് എനിക്കൊന്ന് പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സ്വർണം വിൽക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കടന്നു പോവുകയാണ്. റൗള ശരീഫിൽ ചെന്നുകൊണ്ട് സിയാറത്ത് ചെയ്തുകൊണ്ട് പൊട്ടിക്കരയുമ്പോ ആ ഉമ്മ അവിടെ വെച്ചുകൊണ്ട് മരണമടയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ പ്രിയപ്പെട്ട വല്ലാത്ത ആഗ്രഹമാണല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കടന്നുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത്. വല്ലാത്ത ആഗ്രഹമാണല്ലോ, വല്ലാത്ത ഭാഗ്യമാണല്ലോ. ആ ഉമ്മ അവിടെ വെച്ചുകൊണ്ട് മരണമടയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മണ്ണിൽ തന്നെ അവിടെ നിന്ന് മറമാടപ്പെടുകയാണ്. വല്ലാത്ത ഭാഗ്യം തന്നെ. അതാണൊരു ഭാഗ്യം ചെയ്യണമെന്ന് പറയുന്നത്, അതാണൊരു ഭാഗ്യം ചെയ്യണമെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്,
അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അത് റഹ്മത്തിറങ്ങുന്ന സ്ഥലമാണ്, അത് വിജയത്തിന്റെ സ്ഥലമാണ്. വഇന്നൽ ഇബാദത ഫീഹി തുഅദ്ദി ഇലൽ ജന്ന ഔ ഹുവ അലാ ളാഹിരി. അവിടുന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കാണ് കടന്നു പോകുന്നത്. വല്ലദീ നഫ്സി ബിയദിഹി ലയഅതിയന്ന അലാ അഹദികും യൗമൻ ലാ യറാനി ثم لا يراني يحب إليه من نفله وماله. തന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വത്തിനേക്കാളും സമ്പത്തിനേക്കാളും വില കൊടുത്തത് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ പവർ കൊടുത്തത്. അവിടുത്തോടാണ് സ്നേഹമുണ്ടായത്. അല്ലാഹുവേ, കഴുത്തിലും കാതിലും കയ്യിലുമെല്ലാം സ്വർണ്ണമിട്ടുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് പണമെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. ഇന്നേവരെ ഉംറ ചെയ്യാൻ പോലും പോകാതെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കാണാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പോകാതെ ഈ ദുനിയാവും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവരെ, ഇന്നല്ലെങ്കിൽ നാളെ ഇത് മുഴുവനും ദുനിയാവിൽ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകേണ്ടവരാ. ഇത് മുഴുവനും ദുനിയാവിൽ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകേണ്ടവരാ. ഇതിൽ നിന്ന് ഒന്നുപോലുമില്ല പെങ്ങളെ, ഒന്നുപോലും എടുത്തുകൊണ്ട് ആഖിറത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതിന് നീ സദഖ ചെയ്യണം, അതിന് നീ സ്വാലിഹായ അമലുകൾ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു പോകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ നമുക്ക് ശക്തിപ്പെടാൻ, ഈമാൻ നമുക്ക് ശക്തിപ്പെടാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒന്ന് കടന്നു പോവുക. നമസ്കാരം മുടങ്ങിപ്പോകുന്നവര്, ദിക്ർ മുടങ്ങിപ്പോകുന്നവര്, സ്വലാത്ത് ചൊല്ലാൻ കഴിയാത്തവര് എന്തുകൊണ്ട് സംഭവിച്ചു പോയെന്നറിയുമോ? കസ്വത്തുൽ ഖൽബായി നമ്മുടെ ഹൃദയം മാറിയിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം വല്ലാതെ ഇരുണ്ടു പോയിരിക്കുകയാണ്, കട്ടിപിടിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് നിസ്കരിക്കാൻ കഴിയാത്തത്. പേടിയില്ല, അതുകൊണ്ട് നമുക്ക് ഭയമില്ല. അവർക്ക് യാതൊരു പേടിയില്ല, നിസ്കരിക്കാതെ നടക്കുന്നതിന് യാതൊരു പ്രശ്നമില്ലല്ലോ. എന്താ? കസ്വത്തുൽ ഖൽബായി, ഹൃദയം വല്ലാതെ കാഠിന്യമായി പോയി, ഹൃദയം വല്ലാതെ കാഠിന്യമായി പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയുമോ? വല്ലാത്ത കഠിനമായ ഹൃദയമുള്ള മനുഷ്യനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നപ്പോഴോ നിഷ്കളങ്കരായ ചെറിയ കുഞ്ഞുങ്ങളെ കരയുന്നത് പോലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരുന്നത്. മേളിൽ കൂടി പറന്നു പോകുന്ന പറവയെ നോക്കിയിട്ട് പറയും, പറവേ, നീ എത്ര ഭാഗ്യമുള്ളവരാണ്, നിങ്ങൾക്ക് ഹിസാബില്ലല്ലോ, നിങ്ങൾക്ക് ഖബറില്ലല്ലോ, നാളെ മഹ്ശറിൽ പോകണ്ടല്ലോ, അള്ളാന്റെ മുന്നിൽ നിങ്ങൾക്ക് കണക്കുകൾ പറയാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരയുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. അബൂബക്കർ തങ്ങൾ കരയുമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കച്ചവടം ചെയ്തിട്ട് കിട്ടിയ മുതലിൽ നിന്ന് ഒരൽപ്പം ലാഭം കിട്ടി. ആ ലാഭവുമായി വീട്ടിലേക്ക് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ലാഭത്തിന്റെ പൈസ എടുത്തു വെച്ചുകൊണ്ട് കരയാ, ഇത് നാളെ റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് എനിക്ക് ഹിസാബ് പറയേണ്ടി വരുമല്ലോ, അള്ളാഹിന്റെ മുന്നിൽ എനിക്ക് ഇതിന് കണക്ക് പറയണമല്ലോ, ഞാൻ ഇതെന്താ ചെയ്യാ? ഭാര്യയോട് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, നിങ്ങൾക്ക് സമാധാനം വരട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ഞാൻ പോവാ, സഹാബത്തിന്റെ മുന്നിലേക്ക് പോവാ, പാവങ്ങളായ ഒരുപാട് സഹാബാക്കളുണ്ട്, അവർക്ക് ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ രാത്രി തന്നെ ഇറങ്ങിപ്പോയിട്ട് പാവങ്ങളാകുന്ന സഹാബത്തിന് മുഴുവനും വിതരണം ചെയ്തിട്ട് അബൂബക്കർ തങ്ങൾ തിരിച്ചു വന്നു. ഭാര്യ ചോദിച്ചു, തങ്ങളെ വല്ലതും ബാക്കിയുണ്ടോ? ഒന്നും ഇല്ലല്ലോ പെണ്ണെ, എല്ലാം കൊടുത്തു, ഒന്നും വേണ്ട, നമുക്ക് ഒന്നും വേണ്ട, എല്ലാം കൊടുത്തു, എല്ലാം അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഭാര്യ ഇവിടുന്ന് പറഞ്ഞു, ഇന്ന് രാത്രി നമുക്ക് കഴിക്കാനൊന്നും ഇല്ല, ഒരല്പം ഉണ്ടായിരുന്നെങ്കിൽ അത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഭക്ഷണം വാങ്ങി കഴിക്കാമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണെന്ന് അറിയുമോ? എന്റെ സഹോദരിമാര് ചിന്തിക്കണം, രാത്രി കുഴിമന്തിയും അൽഫാമും കറങ്ങുന്നതും കറങ്ങാത്തതും കഴിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന എന്റെ പെങ്ങന്മാരോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെന്താണെന്ന് അറിയോ? പെണ്ണെ, ഇന്നത്തെ രാത്രിയിൽ പട്ടിണി കിടന്നതിന്റെ പേരിൽ അല്ലാഹു നമ്മളെ ശിക്ഷിക്കില്ല.
അള്ളാഹുവിനോട് അത്രയും കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ. ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളും ആ സന്തോഷങ്ങളും മുഴുവനും അള്ളാഹുവിനോട് നമുക്ക് കണക്ക് പറയണ്ടേ? ഇന്ന് രാത്രി നമ്മൾ പട്ടിണി കിടന്നാൽ അത്രയും കുറച്ച് മാത്രം അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞാൽ പോരെ? ഇന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ ചെന്നുകൊണ്ട് മർദിയായ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ വല്ലാത്ത ആഗ്രഹമാണ് സ്വഹാബത്ത്. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട്, യാ സൗബാൻ മാ ഗയ്യറ ലൗനക, നിന്റെ കളറൊക്കെ മാറിപ്പോയല്ലോ സൗബാനെ, നിന്റെ കളറൊക്കെ മാറിപ്പോയല്ലോ സൗബാനെ, എന്തു പറ്റി? നീ നല്ല സുന്ദരനായിരുന്നു, സുമുഖനായിരുന്നു, നിന്റെ കളറ്, നിന്റെ ശരീരത്തിന്റെ കളറൊക്കെ മാറിപ്പോയല്ലോ സൗബാനെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുമ്പോ വഖാല റസൂലുള്ളാഹി തങ്ങളോട് അവിടുന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് മാ ബിമിൻ ദുർരിൻ വലാ ജു വലാ വജഉ ഗൈറ അന്നീ ഇദാ ലം മറകസ്ഖതു ഇലൈക അങ്ങേ കാണാതിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. എന്റെ ഖൽബ് വല്ലാതെ കിടന്ന് പിടയ്ക്കുന്നു നബിയേ, എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് നബിയേ. നബിയേ, ഇവിടെ വന്ന് അങ്ങയെ കാണുമ്പോഴാണ് എന്റെ എല്ലാ ടെൻഷനും മാറുന്നത്, അല്ലാതെ കാണാതിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനാണ്. ഇതിലുപരി എനിക്ക് വേറൊരു ടെൻഷനുണ്ട് നബിയേ, എന്റെ കളർ മുഴുവനും മാറിപ്പോകാനുള്ള കാരണം എന്താണെന്നറിയുമോ? മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ദുനിയാവിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിലുള്ള നബിയെ അങ്ങേ ഒരു നിമിഷമെങ്കിലും കാണാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടമാണെങ്കിലോ നാളെ പാരത്രികമായ ലോകത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ എവിടായിരിക്കും? ഇനി സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെ സ്വർഗത്തിന്റെ ഉന്നതമായ നിലവാരത്തിലേക്ക് അങ്ങ് കടന്നു പോകുമ്പോ ഈ സൗബാനങ്ങ് താഴെ തട്ടിലായിരിക്കുമല്ലോ നബിയേ, ഈ സൗഭാഗ്യത്തിനും താഴെയായിരിക്കുമല്ലോ നബിയേ, അങ്ങയൊന്ന് കാണാൻ കഴിയില്ലല്ലോ നബിയേ എന്ന് സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഇവിടുന്ന് സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങയൊന്ന് കാണാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല നബിയേ എന്നതാ അവിടുന്ന് സൗബാൻ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇരിക്കുമ്പോ ഫനസലത്ത്, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. അല്ലാഹുവേ, റൂഹുൽ നബി നസലുൽ നബി മലക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, യാ റസൂലല്ലാഹ്, ഓതിക്കൊടുക്കു നബിയേ, അല്ലാഹുവിന്റെ കലാം അവിടുന്ന് ഓതിക്കൊടുക്കു നബിയേ. ആ പൊട്ടിക്കറിയുന്ന സൗബാന്റെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓതിക്കൊടുക്കുകയാണ്, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓതിക്കൊടുക്കുകയാണ്, അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ അവരാരോടൊപ്പം എന്നറിയുമോ? മിനൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ.
അവര് സിദ്ദീഖീങ്ങളോടൊപ്പമാണ്, ശുഹദാക്കളോടൊപ്പമാണ്, സ്വാലിഹീങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് പേടിക്കണ്ട സൗബാനെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് സമാധാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല സമാധാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഒരു അടിമ സങ്കടപ്പെട്ടപ്പോ അല്ലാഹുവേ നാളെ പാരത്രികമായ ലോകത്ത് ഞാൻ എവിടായിരിക്കും നബിയെ, ഞാൻ എവിടായിരിക്കും നബിയെ, അങ്ങയോടൊപ്പം ഉണ്ടാവോ, എനിക്ക് കാണാൻ പറ്റുമോ എന്ന് വല്ലാതെ സങ്കടപ്പെട്ടപ്പോ ആ അടിമയെ അല്ലാഹു തആല സമാധാനിപ്പിക്കുക. പേടിക്കേണ്ട സൗബാനെ മിനൻ നബിയീന വസുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഇഷ്ടപ്പെട്ട് അവരെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ അവർ പാഴാകില്ല, അവർ അല്ലാഹുവിന്റെ പ്രവാചകരോടൊപ്പം തന്നെയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹുവേ, ഈ സദസ്സിലേക്ക് പങ്കെടുത്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അനുഭവിക്കുന്നവരാണ്. പടച്ച റബ്ബേ, ഈ ഇൽമിന്റെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് നിന്നോട് ദുആ ചെയ്യുകയാ. നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. മുസീബത്തുകളെ മാറ്റിത്തരണേ അല്ലാ. കുടുംബത്തിലെ സമാധാനവും ഐശ്വര്യവും നൽകണേ അല്ലാ. അല്ലാഹുവേ, പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, പല സ്ത്രീകളും അവിടുന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗങ്ങളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹുവേ, ഒരു സഹോദരി വിളിച്ചുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്ത് പറയുകയാണ്, ദുആ ചെയ്യണേ ഉസ്താദ്, തന്റെ വയറ്റിൽ ഇതാ ഒരു മുഴയുണ്ട്, ആ മുഴ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ആ ഓപ്പറേഷൻ നീ ഫലപ്രദമാക്കി കൊടുക്കണേ അല്ലാ, ഫലപ്രദമാക്കി കൊടുക്കണേ അല്ലാ. അതുവഴി ഒരു രോഗങ്ങളും നീ നൽകല്ല റബ്ബേ. അത് ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യം അവിടുന്ന് തേടുകയാണ് അല്ലാ, നിന്റെ കാരുണ്യം അവിടുന്ന് തേടുകയാണ് അല്ലാ. അങ്ങനെ ഒരുപാട് സഹോദരിമാർ, റബ്ബേ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സുഗറും പിടിച്ചുകൊണ്ട് പ്രഷറും പിടിച്ചുകൊണ്ട് വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് പാപ്പമാരുണ്ട് റബ്ബേ, ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സദസ്സിലേക്ക് വന്നുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. പരമാതിരിയുള്ള രോഗങ്ങളും മക്കൾക്ക് രോഗമുള്ളവരുണ്ട് റബ്ബേ. ക്യാൻസറും ട്യൂമറും പിടിച്ചുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ മക്കള് റബ്ബേ, നീ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, പട്ടിണിയും ദാരിദ്ര്യം കടങ്ങളുമായി വന്നുകൊണ്ട് ജീവിതം പോലും അവസാനിപ്പിക്കാൻ വേണ്ടി കരുതിയിരിക്കുന്നവരുണ്ട് റബ്ബേ. നീ കൊടുത്ത ജീവിതമാണ്, അനുഗ്രഹിക്കണേ അല്ലാ. നിഅമത്തിന്റെ കവാടം തുറന്നു നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ, നിഅമത്ത് കൊടുക്കണേ അല്ലാ, ജോലിയിലെ ബറക്കത്ത് നൽകണേ അല്ലാ.
കച്ചവട ബിസിനസ് മേഖലകളെല്ലാം അഭിവൃദ്ധിയിലാക്കണേ റബ്ബേ. അല്ലാ നീ തന്ന സമ്പത്തിലും മക്കളിലും കുടുംബത്തിലുമെല്ലാം നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ പാവപ്പെട്ടവന്റെ ദുആ സ്വീകരിക്കണേ തമ്പുരാനെ. ആമീൻ പിടിക്കുന്ന മുഅ്മിനീങ്ങളെ നീ ഖബൂലാക്കണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഇത്രയും സമയം ഇരുന്നുകൊണ്ട് ഇബാദത്തുകൾ കേട്ടു പോകുന്ന ഈ ഇൽമിന്റെ മജ്ലിസിൽ വന്നവരെ മുഴുവനും നീ ഖബൂലാക്കണേ അല്ലാ. ഇത് വലിയ ഇബാദത്തായി സ്വാലിഹായ അമലാക്കി സ്വീകരിക്കണേ അല്ലാ. പടച്ചറബേ ഞങ്ങളുടെ മക്കള് സ്വാലിഹീങ്ങളാക്കി തരണേ റബ്ബേ. കഞ്ചാവിനും മയക്കുമരുന്നിനും മറ്റുള്ളതായ ദുശ്ശീലങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് നശിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ടലേക്കാക്കണേ അല്ലാ. അല്ലാ നീ തന്ന മക്കളാണ്, സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. നല്ല ബുദ്ധിയുള്ള ഓർമ്മശക്തിയുള്ള മക്കളാക്കി തരണേ അല്ലാ. നല്ല സ്വാലിഹായ മക്കളാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മഹാഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അർളിയായ സിയാറത്ത് ചെയ്യാൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുറൗദയിലേക്ക് ഞങ്ങളെയും എത്തിക്കണേ അല്ലാ. അർളിയായ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ നിങ്ങളുടെ വഅദ പരിപാടി നീ ബറക്കത്തുള്ളതാക്കി മാറ്റണേ അല്ലാ. എല്ലാ ശർറ് ബല മുസീബത്തുകളെ ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. സാഹിരീങ്ങളുടെ സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാ. മാക്കരിങ്ങളുടെ മകനെ തൊട്ട് കാക്കണേ അല്ലാ. മുഫ്തിനീങ്ങളുടെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ. ലാഇനീങ്ങളുടെ ലഅനത്തിനെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ പലരും ഗൾഫ് രാജ്യത്തിലുള്ള ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളുണ്ട് അല്ലാ. അവരുടെ ജോലിയിലെ ബറക്കത്ത് നൽകണേ തമ്പുരാനെ, റാഹത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹു അവരുടെ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ പിഞ്ചോമന മക്കളുണ്ട് റബ്ബേ, അസുഖങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവര് ഒരുപാട് ഇന്റർവ്യൂവിന് പോയി, പക്ഷെ ഇതുവരെയും ജോലിയായിട്ടില്ല. അല്ലാഹു റാഹത്തുള്ള ജോലി കൊടുക്കണേ അല്ലാ. ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പല യാത്രകളും നടത്തുന്നവരാണ്, ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് റബ്ബേ. അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. മുസീബത്തുകൾ ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഫലസ്തീനിലെ പൊന്നമക്കൾക്ക് നീ മോചനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആ പൊന്നോമന മക്കള് വിശന്നുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് മരിക്കുകയാണ് അല്ലാ. അവർക്ക് ഉന്നതമായ ദറജ കൊടുക്കണേ അല്ലാ. ഒരു മുഅ്മിനായ മനുഷ്യൻ ദുനിയാവിൽ വെച്ചുകൊണ്ട് അനുഭവിക്കുന്നതിന്റെ ഇരട്ടി മധുരമാണ് ആഖിറത്തിൽ നിന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ ഫലസ്തീനിലെ മക്കളെ സ്വന്തം വീടും നാടും അല്ലാഹുവേ അവർ മുഴുവനും തകർന്നടിഞ്ഞു പോവുകയാണ്. ചികിത്സയ്ക്ക് പോലും ഒരു മരുന്നില്ല, ഹോസ്പിറ്റലുകളില്ല, കറണ്ടില്ല റബ്ബേ. വല്ലാത്തൊരവസ്ഥയാണ് അല്ലാഹുവേ. കെട്ടിടങ്ങൾ മുഴുവനും തകർന്നടഞ്ഞിട്ട് അല്ലാഹുവേ ഒരു സീറ്റ് കൊണ്ട് മറച്ചുകൊണ്ടതിൽ കിടക്കുകയാണ്. കഴിക്കാനൊന്നുമില്ലല്ലോ അല്ലാഹുവേ. ഞങ്ങളൊക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ സുഭിക്ഷമായി കഴിക്കുകയാണ്, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണ്. പാവങ്ങളാകുന്ന പലസ്തീന മക്കളെ പാവപ്പെട്ടവരതാ പട്ടിണി കിടക്കുകയാണ് റബ്ബേ. ആ മക്കളെ സ്വീകരിക്കണേ റബ്ബേ. ആ കുരിശിന്റെ മക്കളെ സ്വീകരിക്കണേ അല്ലാ. ശഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് കാക്കണേ അല്ലാ. അവരുടെ കുതന്ത്രങ്ങൾ മുഴുവനും നീ തകർക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ മൺനിറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കൂടെ പിറപ്പുകള് റബ്ബേ ഞങ്ങളെ നിങ്ങളാക്കി മാറി ഞങ്ങളുടെ ഉസ്താദന്മാർ നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ അലയിലെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിക്കണേ അല്ലാ. بفضل صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി അലാ ജമീഅൽ അംബിയാ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ദുആ ചെയ്യണമെന്ന് വസിയത്തോടു കൂടി വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.